എന്നാലും ഇച്ചായൻ ഇന്നലെ ആടിയുടെ കഥ മുഴുവനും പറഞ്ഞില്ലല്ലോ. ഇച്ചായൻ ഉറങ്ങിപ്പോയി. ആണോ? ആ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? നിങ്ങൾ ഇന്നലെ ആ ബാറിന്റെ ഷട്ടർ ഇടുന്നവരെ പറഞ്ഞു. ആ അപ്പൊ തുടങ്ങിയായിട്ടുള്ളൂ. അത് ഈ ചിക്കൻ കറിക്ക് ഉപ്പില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അവിടുത്തെ സീൻ അത് കണ്ടാലേ ആ ഫീൽ കിട്ടുള്ളൂ. ഭയങ്കര രസമായിരുന്നു. ഞാൻ പറയാം. ആ സജിഷ പറടാ. എന്റെ പൊന്നു വർക്ക് എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. അത്യാവശ്യമുള്ളൊരു ദിവസമായിട്ട് ഇന്നെങ്കിലും നിനക്ക് നേരത്തെ ഒന്ന് എണീക്കാൻ മേലായിരുന്നോ? ഞാനും ഡോക്ടറും കൂടെ ബാങ്കിൽ ഇറങ്ങിയതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്തോ, എത്രയും പെട്ടെന്ന് കറിയാച്ചന്റെ ഓഫീസിലോട്ട് വന്നേരെ, ഞങ്ങൾ അവിടെ കാണും. എടാ പൊടിക്ക് അടങ്ങ്, ഞാൻ എത്തിക്കോളാം. ഇന്നിനിപ്പോ എങ്ങോട്ടാ എത്ര ധൃതി പിടിച്ച്? ഇന്ന് ഡോക്ടറുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്ന ദിവസം. ആ എഗ്രിമെന്റ് വെക്കുന്നൊക്കെ കൊള്ളാം ഇച്ചായ. പിന്നെ ചെറുതാണെങ്കിലും ഒരു വീട് മേടിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, പറഞ്ഞേക്കാം. ഇനി നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഞാൻ സമ്മതിക്കുമോ? എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ അതല്ല, ഇച്ചായൻ ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ഇച്ചായൻ ഇങ്ങനെ ആയി പോയതെന്നാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത്. ഇക്കാര്യത്തിലെങ്കിലും ഇച്ചായൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ ഈ ചീത്തയൊക്കെ കേൾക്കാൻ ഞാൻ ഉണ്ടാവത്തില്ല. എടി അങ്ങനെയെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിന്റെ ഇച്ഛാനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനെന്താ അത്ര ഉത്തരവാദിത്തമില്ല താന്? അങ്ങനെയല്ല. അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ.